സാത്താൻ്റെ അടിമയിൽ നിന്ന് വരുവാനിരിക്കുന്ന പുതിയ ലോകത്തിലേക്കുള്ള വാഗ്ദത്ത പ്രതീക്ഷയുമായി ഈ ഭൂമിയിൽ നോക്കിപ്പാർക്കുന്ന നമുക്ക് നമ്മുടെ രക്ഷാകര ജീവിത പ്രയാണത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ താവളം അടിക്കേണ്ടത് വചനത്തിൻ്റെ തണലിലാണ്, സുവിശേഷത്തിൻ്റെ തണലിലാണ് ഒരുവൻ തൻ്റെ രക്ഷാകര പ്രയാണം ആരംഭിക്കേണ്ടത് എന്ന് നിസായിലെ വിശുദ്ധനായ ഗ്രിഗറി ഈ വേദഭാഗത്തെ മുൻനിർത്തി വ്യാഖ്യാനിക്കുന്നുണ്ട്. അത്തരത്തിൽ വചനത്തിൻ്റെ തണലിൽ 25 വർഷങ്ങളായി യാത്ര തുടരുന്ന ഈ സമൂഹത്തോട് ആമുഖമായി നിങ്ങളുടെ യാത്ര എത്രമേൽ അർത്ഥപൂർണമാണ് എന്നൊരിക്കൽ കൂടി അടിവരയിട്ട് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ദൃഷ്ടാന്തം സമർപ്പിച്ചത്. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാര രഹസ്യങ്ങളെക്കുറിച്ച് സഭാപിതാക്കന്മാരിൽ ഏറിയ പിതാക്കന്മാരും എഴുത്തുകൾ സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ തന്നെ മുന്നമേ പേര് പറഞ്ഞ നിസായിലെ വിശുദ്ധനായ ഗ്രിഗറിയുടെ ഒരു എഴുത്ത് നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണം, എന്തുകൊണ്ടാണ് ദൈവം ഈ ചരിത്രത്തിൽ മനുഷ്യനായി ഇറങ്ങി വരുന്നതിന് ഇത്രമേൽ താമസിച്ചത്. മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള സുവിശേഷ സൂചനകളിൽ ഒന്ന് വിശുദ്ധ മത്തായി ശ്ലീഹ നൽകുന്നത് അന്ധകാരത്തിലും മരണനിഴലിലും ഇരുന്നവർക്ക് വലിയ വെളിച്ചമുണ്ടായി എന്നാണ്. അത് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്ന് വിശുദ്ധ മത്തായി ശ്ലീഹ ഉദ്ധരിക്കുന്നതാണ് എന്ന് നമ്മൾക്കറിയാം. അങ്ങനെയെങ്കിൽ അന്ധകാരത്തിലും മരണനിഴലിലും ഇരുന്നവർക്ക് വലിയ വെളിച്ചമുണ്ടായി എന്ന ആ വാക്യം ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും ഇരുൾ മൂടിയ കാലാവസ്ഥകൾ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടുമെന്ത് ദൈവം മനുഷ്യനാവാൻ ഇത്രയും താമസിച്ചു? അതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം. തികച്ചും വേദാധിഷ്ഠിതമായ മനുഷ്യ ജീവിത ചരിത്രത്തെ അപഗ്രഥിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നീടുള്ള വരികളിൽ മനുഷ്യചരിത്രത്തിലെ ഇരുൾ മൂടിയ കാലങ്ങളെക്കുറിച്ച്, ആ കാലങ്ങളിൽ എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ല എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു. ആദ്യം അദ്ദേഹം ഓരോ ജഡവും ഈ ഭൂമിയിൽ താന്താങ്ങളുടെ വഴി വഷളാക്കിയ നോഹയുടെ കാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി പിറന്നില്ല? ഓരോ ജഡവും താന്താന്റെ വഴിയെ സഞ്ചരിക്കുക എന്നാൽ ദൈവത്തെ മറന്ന് ദൈവേഷ്ടത്തെ മറഞ്ഞ് തന്നിഷ്ടപ്രകാരം ഒരുവൻ സഞ്ചരിക്കുന്നതിൻ്റെ സൂചനയാണ്. ദൈവത്തെ മറക്കുക എന്നാൽ നമ്മുടെ കാലത്തിൻ്റെ ഭാഷയിൽ സെക്യുലറിസം എന്നാണ് നമുക്ക് വിവക്ഷിക്കാൻ പറ്റുക. നിർഭാഗ്യവശാൽ ഇന്ന് സെക്യുലറിസം എന്ന പദം വളരെ മൃദുവായി അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ ഭാരതത്തിലുണ്ട്. മതേതരത്വം എന്ന പരിഭാഷയാണ് അതിന് പൊതുവെ കൊടുത്തിട്ടുള്ളത്. മതേതരത്വം എന്ന പരിഭാഷ തികച്ചും അപകടപൂർണമായ ഒന്നാണ് എന്ന് മലങ്കരയുടെ മനീഷിയായ പുത്രൻ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത വർഷങ്ങൾക്ക് മുമ്പേ ഒരു അപായ സൂചന അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിലൂടെ, ഈ ഒരൊറ്റ വിഷയത്തെ മാത്രം പുരസ്കരിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥത്തിലൂടെ, അങ്ങനെയാണ് നമ്മുടെ ഭാരതത്തിൽ മതേതരവാദികളുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ സെക്യുലറിസം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ 15-ാം നൂറ്റാണ്ട് മുതലുണ്ടായ
നവോത്ഥാനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും വിചാരധാരകളുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വരുമ്പോൾ അത് തികഞ്ഞ ദൈവനിഷേധം തന്നെയാണ്. അത് പരിപൂർണമായ മതനിരാസം തന്നെയാണ്. ദൈവമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരുവിൽ കിറുക്കിന്റെ മൂർധന്യതയിൽ ഫ്രെഡറിക് നീഷെ പറയുന്നുണ്ട്, ഗോഡ് ഈസ് ഡെഡ്, ദൈവം മരിച്ചു. അപ്പൊ അത്തരത്തിലൊരു വിചാരധാരയാണ് മതേതരത്വം, അല്ലെങ്കിൽ മതേതരത്വം എന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന മതനിരാസം, സെക്യുലറിസം. ഇത് ചരിത്രത്തിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഒന്നല്ല. നോഹയുടെ കാലത്തും ഇതിന് സമാനമായി തന്നെ ദൈവമില്ല എന്ന മട്ടിൽ ജീവിച്ചിരുന്നതിനെ കുറിച്ചാണ് സൂചന. ഓരോ ജഡവും താന്താന്റെ വഴി വഷളാക്കിയിരുന്നു. എന്തുകൊണ്ട് ദൈവം ആ കാലത്ത് മനുഷ്യനായില്ല? രണ്ടാമത്തെ ചോദ്യം, വിറ്റും തിന്നും നട്ടും പണിതും വിവാഹം ചെയ്തും ചെയ്യിപ്പിച്ചും പോന്ന ലോത്തിന്റെ ഭോഗകാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ല? അതിനും ആധുനിക ഭാഷയിൽ ഒരു വാക്കുണ്ട്, കൺസ്യൂമറിസം. നമ്മുടെ ഈ കൊച്ചു കേരളത്തെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് ഇതൊരു ടോട്ടൽ കൺസ്യൂമറിസ്റ്റിക് സ്റ്റേറ്റ് ആണ്. ഇവിടെ അധികമൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇവിടെ എല്ലാം ഇങ്ങോട്ട് വാങ്ങിക്കുന്നേ ഉള്ളൂ. പുറത്തുനിന്ന് വരുന്നത് കഴിക്കുക, വാങ്ങിക്കുക, ഇതാണ് നമ്മുടെ ഒരു ശീലം. ഭോഗ സംസ്കാരത്തിന്റെ കാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ല? മൂന്നാമത്തെ ചോദ്യം, മിസ്രയീം ദേശത്ത് ദൈവജനമായ ഇസ്രായേൽ അതിക്രൂരമായ സഹന പീഡനങ്ങൾക്ക് വിധേയരാകുമ്പോൾ അവരുടെ നിലവിളി സ്വർഗത്തോളം ഉയർന്നിട്ടും മോശയുടെ കാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ല? നാലാമത്തെ ചോദ്യം, അസീറിയൻ ബാബിലോണിയൻ പ്രവാസകാലങ്ങളിൽ ദാനിയേലിനെയും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും പോലെയുള്ള ചെറുപ്പക്കാരെ, ബുദ്ധിസാമർഥ്യമുള്ള ചെറുപ്പക്കാരെ വിദേശത്തേക്ക് കയറ്റിക്കൊണ്ടുപോയ കാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ല? വീണ്ടും ചോദ്യം തുടരുകയാണ്. നീതിമാന്മാരെ കല്ലെറിയുകയും കൊല്ലുകയും പിന്നീട് അവരുടെ കല്ലറകൾ പണിത് പൂജിക്കുകയും ചെയ്യുന്ന കപട മതജീവിതത്തിന്റെ കാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ല? വീണ്ടും ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കാണപ്പെടുന്നുവെന്ന മട്ടിൽ അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ കാലത്ത് യെരുശലേം ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ അശുദ്ധമായ നിഷിദ്ധ മൃഗത്തിന്റെ ചോര ചീന്തുമ്പോൾ യൂദാ മക്കാബിയറിന്റെയും അവന്റെ സഹോദരങ്ങളുടെയും കാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ല? പിന്നെയും 100-150 വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ഇരുളതിൻ്റെ മൂർധന്യതയിൽ മാനവരാശിയെ ചൂഴ്ന്നു നിൽക്കുമ്പോൾ മതം അതിൻ്റെ ഏറ്റവും അപകടകരമായ മുനമ്പിലെത്തി നിൽക്കുമ്പോൾ രാഷ്ട്രീയം അതിൻ്റെ അസാധ്യതകളുടെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ മതരാഷ്ട്രീയ അവിശുദ്ധ അവിഹിത ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ദരിദ്രന്മാർ കൂടുതൽ ദരിദ്രന്മാരാവുകയും ധനവാന്മാർ കൂടുതൽ ധനവാന്മാരാകുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ചരിത്രത്തിൽ അങ്ങനെയൊരു മുഹൂർത്തത്തിൽ ദൈവം മനുഷ്യനാവുന്നുണ്ട്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പറയുന്നത് ദൈവം മനുഷ്യനായി എന്നാണ്. പൊതുവെ വചനം ജഡമായി തീർന്നുവെന്ന്
യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനായി എന്ന വാക്ക് ആവർത്തിച്ച് ഹൃദയത്തിലൊന്ന് ഉരുവിട്ട് നോക്കിയാൽ തിരിച്ചൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണരും. മനുഷ്യരെല്ലാം മനുഷ്യനല്ലാതാകുന്ന കാലത്ത് ദൈവത്തിന് മാത്രമേ മനുഷ്യനാകാൻ പറ്റുള്ളൂ. മനുഷ്യരൊക്കെ എങ്ങനെയാണ് മനുഷ്യരല്ലാതാവുക? വളരെ സിമ്പിളാണ്. സ്നിക്കേഴ്സിന്റെ ഒരു പരസ്യമുണ്ടല്ലോ, വിശക്കുമ്പോൾ നിങ്ങളല്ലാതാവും. ഏത് തരത്തിലുള്ള വിശപ്പുണ്ടായാലും നിങ്ങളല്ലാതാവും. അത് അധികാരത്തിന്റെ വിശപ്പായാലും മാംസത്തിന്റെ വിശപ്പായാലും പ്രശസ്തിയുടെ വിശപ്പായാലും ഭക്ഷണത്തിന്റെ വിശപ്പായാലും മനുഷ്യനല്ലാതാവും. ഇങ്ങനെ മനുഷ്യരൊക്കെ മനുഷ്യരല്ലാതാവുന്ന ഒരു കാലത്ത് ടു ബി ഹ്യൂമൻ ഇസ് എ ഡിവൈൻ ആക്ട്. മനുഷ്യനായി തീരുക എന്നാൽ അതൊരു ദൈവീകമായ പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ദർശനങ്ങളെ തന്നെ, മാനവരാശിയുടെ വിചാരധാരകളെ തന്നെ ഇളക്കി മറിച്ചുകൊണ്ട്, തലകീഴായി മറിച്ചുകൊണ്ട് ഒന്നായി ഇന്നും അതുല്യമായി നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ജന്മനാ ക്രിസ്ത്യാനികളായി തീർന്നതുകൊണ്ട് നമുക്കത്രയൊന്നും ഗൗരവം ചിലപ്പോൾ ആ മഹാദാനത്തെക്കുറിച്ച് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഒന്നാം ആദാമിൽ നഷ്ടപ്പെട്ടു പോകുന്ന ദൈവോചിതമായ മനുഷ്യ സ്വരൂപം രണ്ടാം ആദാം വീണ്ടെടുത്തതിൻ്റെ മഹത്തായ ഓർമ്മ നമ്മളിങ്ങനെ 2000-ൽ പരം വർഷങ്ങൾ ആഘോഷിച്ച് പിന്നിട്ട് വന്നപ്പോൾ ഇന്ന് ക്രിസ്മസ് എന്നാൽ സാന്താക്ലോസിന്റെ ബർത്ത്ഡേ ആണോ എന്ന് ചിന്തിക്കുന്ന കാലം വരെ എത്തി അല്ലേ? ക്രിസ്മസിന് ആരാണ് സിംബൽ? ഓണത്തിന് മാവേലി, ക്രിസ്മസിന് ആരാണ്? സാന്റ. അപ്പൊ പിന്നെ ആരുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്? ആരെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ഇത്രമേൽ അർത്ഥവിലോപം സംഭവിച്ചു പോയിരിക്കുന്ന ഒരു കാലത്താണ് അവന്റെ മനുഷ്യാവതാരം നമ്മുടെ മനുഷ്യത്വത്തോട് എന്താണ് ചെയ്തത് എന്ന്, എന്താണ് ചെയ്യുന്നത് എന്ന് നാം ആവർത്തിച്ച് ധ്യാനിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാവുന്നത്. ക്രിസ്തുവിന്റെ മനുഷ്യാന്തസ്, ആ അന്തസ് എന്താണ്? ആ അന്തസ്സിലേക്കുള്ള നമ്മുടെ ആരോഹണം എങ്ങനെയാണ് സാധ്യമാവുക? ഇന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഓർത്തിരിക്കാൻ ഒരു തിരുവചനം വേണമല്ലോ. സ്വാഭാവികമായ എൻ്റെ രീതി അനുസരിച്ച് 1, 2, 3 പോയിന്റുകൾ പറയുന്ന പതിവ് എനിക്കില്ല പൊതുവെ. അതുകൊണ്ട് എഴുത്ത് ചിലപ്പോൾ അസാധ്യമായിരിക്കും. എന്നാലും മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടുപോകാൻ ഒരു വരി ഗലാത്യലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിന്റെ 2-ാം ഭാഗമാണ്. ഗലാത്യലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും: അവർ സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്. പൗലോസാണ് പറയുന്നത്. യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല, ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പിക്കാൻ നിർബന്ധിക്കുന്നത് എന്ത്? യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജീവിക്കുന്നത് എങ്കിൽ നീ ജാതികളെ
യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? ഇതൊരു സഭാതർക്കത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വാക്യമാണ്. സഭാതർക്കം എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഇത് 100 വർഷമായി തുടങ്ങിയിട്ടുള്ളൂ എന്നാണ്. അങ്ങനെയൊന്നുമല്ല. ആദിമസഭ മുതൽ ഈ തർക്കം നിലനിൽക്കുന്നുണ്ട്, പല ഭാവങ്ങളിൽ, പല രൂപങ്ങളിൽ. കാരണം ആരോ പറഞ്ഞതുപോലെ ലോകത്തൊരു ക്രിസ്ത്യാനിയെ ഉണ്ടായിട്ടുള്ളൂ, അയാളെയാകട്ടെ എല്ലാവരും കൂടി കുരിശിൽ തറയ്ക്കുകയും ചെയ്തു എന്നാണ് പറയുക. ലോകത്താകപ്പാടെ ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ പിന്തുടർന്നിട്ടുള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ, അയാളെയാകട്ടെ എല്ലാവരും കൂടി. ബാക്കി നമ്മളൊക്കെ ഫേക്ക് ഐഡിയാണ് അല്ലേ? എന്ന് വേണം പറയാൻ, എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കടുപ്പത്തിലേക്ക് നമുക്ക് പോകണ്ട. ഈ വാക്യം നമ്മുടെ പശ്ചാത്തലത്തിൽ ഒന്നും മാറി വായിച്ചാൽ, ക്രിസ്ത്യാനിയായ നീ ക്രിസ്തീയ മര്യാദ പ്രകാരമല്ല ജീവിക്കുന്നതെങ്കിൽ നീ ജാതികളെ ക്രിസ്തീയ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? എങ്ങനെ? അന്നത്തെ സഭാതർക്കത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, കേഫാവും യാക്കോബും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർണബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു എന്ന് പൗലൂസ് പറയുന്നു. അവർ യഹൂദന്മാരാണ്, പൗലൂസും യഹൂദനാണ്. എന്നാൽ പൗലൂസ് തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും കൂടുതൽ വിജാതികളുമായി അവരോട് സുവിശേഷം അറിയിക്കാനായി സ്വീകരിച്ച ആളാണ്. കാരണം അദ്ദേഹം തനിക്ക് ലഭിച്ച ഉപദേശത്തിന്റെ 2ാം ഭാഗം വളരെ ഗൗരവമായി എടുത്ത ആളാണ്. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. ക്രിസ്തുവിനെ മുഖമായി അവനോട് എതിർത്ത് നിന്നു. പൗലോസും പത്രോസും തമ്മിലുള്ള വഴക്കാണ് കേട്ടോ. പാത്രിക്കീസും കാതോലിക്കും തമ്മിലുള്ള വഴക്കല്ല, പൗലോസും പത്രോസും തമ്മിലുള്ള വഴക്കാണ്. കാരണം ഞാനിത് എടുത്തെടുത്ത് പറയാൻ കാരണം, ഈ ആളുകളുടെ വിചാരിക്കുന്നത് സഭ ഒരു ക്ലബ്ബാണ്, ഇതിനൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, ആ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം, ഈ വഴക്കൊക്കെ തീരണ്ടെന്നൊക്കെയാണ്. അതല്ലാതൊരു വീക്ഷണം ഇതിനുണ്ട്. ഇതൊരു അൺസീൻ വാർഫെയർ ആണ് ഇവിടെ നടക്കുന്നത്, ഒരു അദൃശ്യ പോരാട്ടം. സഭ കേവലം സംഘടനയല്ല, അദൃശ്യമായ ഒരു പോരാട്ടം തിന്മയോട് നിരന്തരമായി നടക്കുന്നുണ്ട്. ഈ പരിശുദ്ധ സഭയിൽ ഇന്നും നോമ്പുകൾക്ക് വ്യത്യാസം വരുത്തിയിട്ടില്ല. ഈ പരിശുദ്ധ സഭയിൽ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. പത്രോസ് നേരത്തെ എല്ലാവരോടും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ യാക്കോബാണെന്ന സഭാധ്യക്ഷൻ, യാക്കോബിൻ്റെ അടുത്ത് നിന്ന് ചിലർ വന്നു കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നു, പത്രോസ് ആളത്ര ശരിയല്ല, സഭാ നിയമങ്ങൾ പാലിക്കുന്നില്ല, ജാതികളുടെ കൂടെ കഴിക്കുന്നുണ്ട്. യേശുദമ്പുരാൻ്റെ മരണം ഉദ്ധാനം കഴിഞ്ഞിട്ട് അധികം വർഷമൊന്നും ആയില്ല കേട്ടോ. ചുങ്കക്കാരുടെ കൂടെ ഭക്ഷണം കഴിച്ചവൻ, വിജാതീയരുടെ കൂടെ സഞ്ചരിച്ചവൻ, വേശ്യകളുടെ സമീപമെത്തി അവർക്ക് പാപമോചനം കൊടുത്തവൻ, യേശുവിൻ്റെ ജീവിതം ചരിത്ര ജീവിതത്തിന് അധിക ദൂരത്തല്ലാതെയാണ് അവൻ ജാതികളോടുകൂടി ഭക്ഷണം കഴിക്കുന്നുവെന്ന് 10 പേര് ഫേസ്ബുക്കിൽ എഴുതി കഴിഞ്ഞപ്പോഴേക്കും പത്രോസ് പറഞ്ഞു, ഞാൻ ഇല്ല, പരിപാടി നിർത്തി.
അതാണ് പൗലോസ് ചോദ്യം ചെയ്തത്. ശേഷം യഹൂദന്മാരും അവനോടുകൂടി കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റുപറ്റാനിട വന്നു. പൗലോസ് കൂടെ ഉണ്ടായിരുന്ന ബർന്നബാസും പേടിച്ചുപോയി. അപ്പൊ പൗലോസ് എന്താ പറഞ്ഞേ? ഇനിയാണ് 14-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞു. ഒറ്റയ്ക്കൊന്നുമല്ല പറഞ്ഞു, പരസ്യമായിട്ട് എല്ലാവരും കേൾക്കെ പറഞ്ഞു. ജാതികളുടെ മര്യാദ നീ യഹൂദനായിരിക്കെ യഹൂദന്മാരുടെ മര്യാദ അനുസരിക്കാതെ നീ ജാതികളോട് യഹൂദന്മാരുടെ മര്യാദ അനുസരിക്കാൻ എങ്ങനെ പറയും? അപ്പൊ ക്രിസ്ത്യാനിയായിരിക്കെ ക്രിസ്തീയ മര്യാദ അനുസരിക്കാതെ നാം എങ്ങനെയാണ് മറ്റുള്ളവരോട് ക്രിസ്തുവിലേക്ക് കടന്നു വരണം എന്ന് പറയുക? ക്രിസ്തീയ മര്യാദ, ക്രിസ്തീയ അന്തസ്, ഇതിലേക്ക് ഒരാൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? 2 ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സമയം അവസാനിക്കും. നമ്മുടെ ആരാധനാ ജീവിതത്തിലൂടെയാണ് നാം നമ്മുടെ ക്രിസ്തീയ സ്വത്വം രൂപപ്പെടുത്തുന്നത്. നമ്മുടെ ആരാധനാ ജീവിതത്തിന് 2 ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾക്കറിയാം. വചനം മുറിക്കലിൻ്റെയും അപ്പം മുറിക്കലിൻ്റെയും. അപ്പം മുറിക്കലിൻ്റെ ആ ഭാഗത്തെ നമ്മൾ പൊതുവായി വിശുദ്ധ ബലിയർപ്പണം എന്ന് വിശേഷിപ്പിക്കും. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമെന്ന് പറഞ്ഞ് അവൻ തൻ്റെ ശിഷ്യന്മാർക്ക് അപ്പവീഞ്ഞുകൾ ഭാഗിച്ചു കൊടുക്കും. ഈ ചരിത്ര ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പക്വമായ ആത്മശരീര മനസ്സുകളുടെ വിഭജനം തന്നെ മറ്റുള്ളവർക്കായി വിഭജിച്ചു നൽകുന്ന അതിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. സ്വയം ബലിയാകലിൻ്റെ ആത്മപരിത്യാഗത്തിൻ്റെ പാരമ്യമാണ് വിശുദ്ധ കുർബാനയിൽ നാം ഓർത്തെടുക്കുന്നത്. അത് കേവലം അനുഷ്ഠാനബദ്ധമായ ആഘോഷ ചടങ്ങല്ല. അത് പിന്നീട് സെറിമോണിയലായി അതിനോട് ചേർന്ന് വന്ന പല ഘടകങ്ങൾ ചേർത്ത് വിശുദ്ധ കുർബാന ആഘോഷമായി നമ്മൾ നടത്തുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ആത്യന്തികമായ സത്യം എന്താണ്? ബലിയാകുക. സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരുവൻ തൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ വാക്കിൻ്റെ പ്രവൃത്തിയാണ് അവിടെ സംഭവിക്കുന്നത്. ഫുൾട്ടൻ ജെ ഷീൻ എന്ന് പറയുന്ന മഹാനായ ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു റേഡിയോ പ്രഭാഷണത്തിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലും, പ്രത്യേകിച്ചും പുരോഹിതന്മാർക്ക് വേണ്ടി എഴുതിയ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഈ ഭാഗത്തെ ഭംഗിയായി ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. പഴയ നിയമ പൗരോഹിത്യവും പുതിയ നിയമ പൗരോഹിത്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം. പഴയ നിയമത്തിൽ ബലി അർപ്പിക്കുന്നത് അഹറോനും ബലിയാവുന്നത് ആടോ മാടോ ചങ്ങാലിയോ. പുതിയ നിയമത്തിൽ ബലി അർപ്പിക്കുന്നത് ക്രിസ്തു, ബലിയാവുന്നതും ക്രിസ്തു. ഇതാണ് ഈ 2 പൗരോഹിത്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ദ പ്രീസ്റ്റ് ഈസ് നോട്ട് ഹിസ് ഓൺ എന്ന ഗ്രന്ഥത്തിൽ പുരോഹിതന്മാരോട് പറയും, നിങ്ങൾ സെമിനാരികളിൽ ബലി അർപ്പിക്കാനുള്ള പരിശീലനം നേടുന്നവരാണ്, തക്സാ തഴുകി പഠിക്കുന്നവരാണ്, എങ്ങനെ പ്രസംഗിക്കണം, എങ്ങനെ വിശുദ്ധ കുർബാന ചൊല്ലണം എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കർമ്മങ്ങളും ക്രിയകളും എല്ലാം പഠിക്കുന്നുണ്ട്. അത് പഠനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മറുവശത്ത് നിങ്ങളുടെ സെമിനാരി കാലയളവിൽ ബലിയാകാൻ നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയനാവാൻ
നിങ്ങൾക്ക് നേരമുണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ പൗരോഹിത്യ പരിശീലനം അർത്ഥശൂന്യമാണ്, അന്തസാരശൂന്യമാണ്. ഇത് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവരോടും പറയുന്നു. ഓരോ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ക്രിസ്തു സ്വഭാവത്തിലേക്ക്, നിസ്വാർത്ഥമായ ഒരു ജീവിതത്തിലേക്ക് പ്രായമേറുന്തോറും ഇതെല്ലാം വിട്ടുപോകേണ്ടതാണ് എന്നുള്ള കൃത്യമായ അവബോധത്തിലേക്ക് ഒരാൾ ഉണരുന്നില്ല എങ്കിൽ നമ്മളുടെ വിശുദ്ധ കുർബാന സംബന്ധവും അന്തസാരശൂന്യമാണ്. അപ്പം മുറിക്കലിന്റെ ജീവനകല അത് ബലിയാകലിന്റെ ജീവനകലയാണ്. അപ്പം മുറിക്കലിൻ്റെത് മാത്രമല്ല, നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും കൂദാശകളും ആരംഭിക്കുന്ന പ്രാർത്ഥന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് ചൊല്ലിക്കൊണ്ടാണ്. പരിശുദ്ധ തൃത്വമെന്ന ദൈവസങ്കല്പത്തിലാണ് നമ്മുടെ വിശ്വാസ പ്രമാണം രൂപപ്പെട്ടിരിക്കുന്നത്. ആ വിശ്വാസ പ്രമാണത്തിൽ പ്രഘോഷിക്കുന്ന സത്യവിശ്വാസത്തിന്റെ ഒരൊറ്റ വരി പ്രസ്താവനയാണ് ശുഭഹോ ലാബോ ലബറോ വൽ റൂഹോ കാദീശോ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അതിങ്ങനെ പുട്ടിന് തേങ്ങാപ്പീരി ഇടുന്നത് പോലെ ഈ പാട്ടിനിടയ്ക്ക് പാടുന്ന എന്തിനെന്നറിയോ? ട്യൂൺ കിട്ടാനൊന്നുമല്ല, അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. 3-4 നൂറ്റാണ്ടുകളിൽ നിരവധിയായ വേദവിപരീതങ്ങൾ, ഹെററ്റിക്കൽ ടീച്ചിങ്സ് ഉണ്ടായപ്പോൾ ഓർത്തോദുക്സോ വിശ്വാസം, സത്യവിശ്വാസം ഇന്നതാണ്, ആ സത്യവിശ്വാസത്തിൽ പിതാവിലും പുത്രനും പരിശുദ്ധ റൂഹായുമായ സാരാംശത്തിൽ ഒന്നായി ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടമാണ് ഇവിടെ ആരാധന അർപ്പിക്കുന്നത് എന്ന് ആ കൂടി വന്ന ആളുകളെ നിരന്തരം ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്കെല്ലാം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞത്. കാരണം അറിയൂസ് മറ്റൊരു കൂട്ടത്തിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് പുത്രൻ പിതാവിനോട് സമനല്ല എന്ന്. അപ്പൊ ഇപ്പുറത്ത് അത്താനാസ്യോസിന്റെ കൂട്ടത്തിൽ നിന്ന് പഠിപ്പിക്കും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും സത്യേക ദൈവമാണ്. ആ ഓർത്തോദുക്സോ വിശ്വാസത്തിലാണ്. അതാണ് ഈ ഓർത്തഡോക്സ് വിശ്വാസം കേട്ടോ, അല്ലാതെ കേവലം സമുദായ സംഘടനയല്ല ഓർത്തഡോക്സ് എന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ആയി പോയി. അപ്പൊ ഈ സത്യവിശ്വാസം പ്രഘോഷിക്കുന്നതിന്റെ പ്രാരംഭ കുറിപ്പിതാണ്. ഈ തൃത്വവിശ്വാസത്തിന്റെ വ്യാകരണം ചമച്ച പിതാക്കന്മാരാണ് കപ്പദോക്കിയിലെ പിതാക്കന്മാർ. ആ പിതാക്കന്മാരിൽ ഒരാൾ കൗതുകകരമായൊരു നിരീക്ഷണം തൃത്വവിശ്വാസത്തെക്കുറിച്ച് നടത്തുന്നുണ്ട്. നിങ്ങൾ പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നു. അതിന്റെ കാരണക്കാരൻ ക്രിസ്തുവാണ്. കാരണം വചനമായ ദൈവം തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്തപ്പോൾ ഈ ചരിത്ര ലോകത്തിന് ലഭ്യമായ ദൈവാനുഭവങ്ങൾക്ക് മനുഷ്യൻ ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവീക രഹസ്യങ്ങളെ അവന്റെ ബുദ്ധിയിലും ഭാഷയിലും അതിന്റെ പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് അഭിസംബോധന ചെയ്ത പേരുകൾ മാത്രമാണ് പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ. ഞാൻ ദൈവത്തിൽ നിന്നുള്ള പുത്രനാകുന്നു, നിങ്ങൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കാം, ഞാൻ പോയാൽ ഒരു കാര്യസ്ഥൻ വരുവാൻ പാറക്കലീത്ത. ഇങ്ങനെ ക്രിസ്തു വെളിപ്പെടുത്തിയ, ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവാനുഭവങ്ങൾക്ക് മനുഷ്യനിട്ട പേരുകൾ മാത്രമാണ് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും. ദൈവം അതുക്കും മേലെയാണ്. അതാണ് അവർ പറയുന്നത്. ദൈവം അതിനും അപ്പുറത്താണ്. നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ ബുദ്ധിയുടെയും എത്താവുന്ന ഇടത്ത് നമ്മൾ എത്തി നിന്ന് വിളിക്കുന്ന പേര് മാത്രമാണ് പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹായാകുന്ന സത്യേക ദൈവം. നമ്മൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തി വിശുദ്ധ തൃത്വ ദൈവ സങ്കല്പമാണ്.
നമ്മളുടെ ഒരു സാധാരണ വ്യാവഹാരിക ലോകത്ത് നമ്മൾക്ക് ചെറുപ്പകാലങ്ങളിലൊക്കെ ഇപ്പോൾ ഇവരുടെ ആരാധനാമൂർത്തികൾ വേറെ ആൾക്കാരായിരിക്കും, ഇലോൺ മസ്ക് ഒക്കെയാണ്. ഈ 90കളുടെ വസന്തം 60കളുടെ 70കളുടെ വസന്തമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഇപ്പം പോട്ടെ, നമ്മളുടെ ആയിക്കോട്ടെ. നമ്മളിപ്പോൾ ഈ സച്ചിൻ തെണ്ടുൽക്കറൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് വലിയ ഇഷ്ടമായിരുന്നു. അല്ലെ ഇപ്പോൾ CR7 ഫുട്ബോൾ കളിക്കുമ്പോഴും നമുക്ക് കാണാൻ നല്ല രസമാണ്, ചന്തമാണ്. അപ്പം ഈ ചെറിയൊരു മടൽ വെട്ടി വേൾഡ് കപ്പൊക്കെ നടക്കുമ്പോൾ എവിടുന്നെങ്കിലും ഒരു വെള്ളക്കുപ്പായത്തെ കുറേ നീലപ്പെയിൻ്റൊക്കെ അടിച്ച് ആ മടൽ ഒരു ക്രിക്കറ്റ് ബാറ്റിൻ്റെ രൂപത്തിൽ വെട്ടി ഈ റോഡിൽ കൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ കവർ ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഉണ്ടായിരുന്നു, നമ്മുടെ ചെറുപ്പത്തിലുള്ളതാണ്. അപ്പം നമുക്ക് ആരാധന തോന്നുന്ന ആളുകളോട് ഒരു താതാത്മ്യപ്പെടാനുള്ള ഒരു ഹീറോയിക് വർഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു ത്വര സാധാരണ മനുഷ്യർക്കുണ്ട്. അത് ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട. പക്ഷെ ആ ഫിലോസഫി ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന സത്യേക ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിന് പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന സത്യേക ദൈവത്തോട് താതാത്മ്യപ്പെടാൻ ഒരു അഭിവാഞ്ച ഉണ്ടാവേണ്ടതല്ലേ? ഉണ്ടാവണം. ദ ഡിവൈൻ ഡാൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഹോളി ട്രിനിറ്റിയെ കുറിച്ചുള്ള കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ ഒരു പുസ്തകമാണ് ഡിവൈൻ ഡാൻസ്. റിച്ചാർഡ് റോറിൻ്റെ പുസ്തകമാണ്. അപ്പം അതിൽ പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹായുടെ പാരസ്പര്യത്തെക്കുറിച്ച്, അതിനകത്തുള്ള ആളത്തങ്ങളുടെ ഒരു പാരസ്പര്യത്തെക്കുറിച്ച്, നമ്മൾ ഈ പെന്തിക്കോസ്തി പെരുന്നാളിലെ സുദീർഘമായ ശുശ്രൂഷയാണല്ലോ അല്ലേ? പെന്തിക്കോസ്തി എന്ന് കേൾക്കുമ്പം തന്നെ ഒരു 1.5 മണിക്കൂറുണ്ട്, ദനഹായെക്കാട്ടിലും കൂടുതലാണ്. അപ്പം നമ്മളിങ്ങനെ ചുമ്മാ താഴെ നിൽക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ള ചില വരികൾ ഞാൻ ഓർപ്പിക്കാം. ഒരു ക്നൂമ ഒന്നിനേക്കാൾ പ്രായം കൂടിയതോ കുറഞ്ഞതോ അല്ല. കേട്ടിട്ടില്ലേ? ഉണ്ട്. ഒന്നൊന്നിനേക്കാൾ ചെറുതോ ഒന്നൊന്നിനേക്കാൾ വലുതെന്ന് ഭാവിക്കുന്നില്ല. ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു പാരസ്പര്യത്തെ ഗ്രീക്കിൽ പറയുന്ന ഒരു വാക്ക് പെരിക്കൊറേസിസ് എന്നാണ്. സെമിനാരിയിൽ ഇപ്പം പഠിക്കുന്ന ചമാച്ചന്മാർക്ക് ഓർമ്മ കാണും. പഠിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അധികം ഗ്രീക്ക് ഉപയോഗിക്കാത്തതുകൊണ്ട് പതിയെ പതിയെ ഇത് മറന്നു തുടങ്ങും. ജേക്കപ്പച്ചൻ ഓർമ്മ കാണും. പെരിക്കൊറേസിസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. അത് ഓർത്തിരിക്കൊന്നും വേണ്ട കേട്ടോ, വെറുതെ ആവശ്യമില്ലാത്തൊന്നും ഓർക്കരുത്. ഗ്രീക്കൊന്നും ഓർത്തേണ്ട ഒരു കാര്യം. എന്നാൽ നിങ്ങളുടെ അറിയാവുന്ന ഒരു വാക്കും കൂടെ ഈ വാക്കിൽ നിന്ന് തന്നെയാണ് നിഷ്പദിക്കുന്നത്. അതിൻ്റെ എറ്റിമോളജി രണ്ടിൻ്റെ സെയിം ആണെന്ന് പറയുന്നു. കൊറിയോഗ്രാഫി. കൊറിയോഗ്രാഫി എന്താ നമുക്കറിയാം, നൃത്ത സംവിധാനമാണ്, ഡാൻസിൻ്റെ ഡയറക്ഷനാണ്. അപ്പൊ പരിശുദ്ധ തൃത്വത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന ആളത്തങ്ങളുടെ ആ മനോഹരമായ പാരസ്പര്യം, that is a divine dance. അതൊരു ദൈവീക താണ്ഡവം, ഒരാനന്ദ നൃത്തം. അതാണ്. ഒന്നൊന്നിനേക്കാൾ വലുതെന്നോ വലുതെന്ന് ഭാവിക്കുന്നില്ല, ഒന്നൊന്നിനെ ചെറുതാക്കുന്നില്ല. ഇതാണ് വിശുദ്ധ തൃത്വത്തിലെ കാലാവസ്ഥ. അപ്പൊ ആ വിശുദ്ധ തൃത്വം എന്ന ദൈവസങ്കല്പത്തെ ആരാധിച്ച് ബലിയാകൽ എന്ന് പറയുന്ന ആ ക്രിസ്തു പഠിപ്പിച്ച മഹത്തായ ജീവനകല പരിശീലിക്കുന്ന നമ്മൾ അതിനോട് താതാത്മ്യപ്പെടാൻ പരിശ്രമിക്കുന്നുണ്ടോ? പരിശ്രമിക്കുന്നുണ്ട്, ചിലപ്പോൾ പറ്റത്തില്ല. കാര്യം എന്താണെന്നറിയോ? നമ്മൾ മലയാളികൾക്കുള്ളൊരു ചെറിയ പ്രശ്നമാണ്. നമ്മൾ മലയാളികളുടെ പൊതു സ്വഭാവത്തെക്കുറിച്ചുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിരീക്ഷണം സുഭാഷ് ചന്ദ്രൻ്റെയാണ്. സുഭാഷ് ചന്ദ്രൻ മനുഷ്യനൊരാമുഖം എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ മലയാളിയുടെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് തന്നെ പരപുച്ഛം എന്ന് എഴുതിയിട്ടുണ്ട്. ശരിയല്ലേ? പരപുച്ഛം. ഏതൊരു പ്രതിഭയുടെ മുമ്പിലും ലവനോ നെറ്റി ചുളിഞ്ഞേയിരിക്കും. അയാൾ എഴുതിയിരിക്കുന്ന വരിയാണ്. ലവനോ ലവളോ
ഏതൊരു പ്രതിഭയുടെ മുമ്പിലും നമുക്ക് അംഗീകരിക്കാനോ നമുക്ക് ഉൾക്കൊള്ളാനോ പറ്റാത്ത എന്തു വന്നാലും എന്നാൽ അതിൻ്റെ ഒരു പാട്ടിന് വിടത്തുമില്ല. എന്തെങ്കിലും ഒരു ചല്ലപ്പേര് വിളിച്ചിട്ട് അതിനെ ഒതുക്കാൻ നോക്കുക. നമ്മുടെ കയ്യിൽ നിൽക്കുമോ? അതും ഇല്ലതായി. നമ്മുടെ ഒരു സ്ഥായി ഭാവമാണെന്നാണ് പറയുക. അതുകൊണ്ടാണ് ഇത്രയും കേരള കോൺഗ്രസും ഇത്രയും സഭകളും നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്നതെന്ന് തോന്നുന്നത് അല്ലേ? പാരസ്പര്യത്തിന്റെ ജീവനകലയാണ് വിശുദ്ധ നൃത്തത്തെങ്കിൽ ആ ആനന്ദ നൃത്തത്തോട് താതാത്മ്യപ്പെടാനുള്ള പരിശ്രമം, അതാണ് യഥാർത്ഥ ബലിയാകലിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പൊ പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞ് തുടങ്ങി സത്യവിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി. കാരണം ആദ്യത്തേത് വൺ ലൈൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് ആണ്. വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ ദ എലാബറേഷൻ ഓഫ് ഫെയ്ത്ത് ആണ്. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ദ സെലിബ്രേഷൻ ഓഫ് ഫെയ്ത്ത് ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ ആരാധനാ വർഷം കൂദോശീത്തോയിൽ ആരംഭിച്ച് അടുത്ത സ്ലീബാകാലം വരെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാര സംഭവങ്ങളെ എൽദോ ദനഹ മായൽത്തോ എന്നിങ്ങനെ ഓരോന്നോരോന്നായി പെരുന്നാളായി ആഘോഷിച്ചൊരു വർഷം മുഴുവൻ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ ആചരിക്കുന്ന ഇങ്ങനെ 4 തലങ്ങളിൽ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ ധ്യാനിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു അവാന്തര പരിണാമം ഉണ്ടാവുന്നില്ല? ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് അതുണ്ടാവാത്തത് കൊണ്ടാണ്, എനിക്കും നിനക്കും അതുണ്ടാവാത്തത് കൊണ്ടാണ് നമ്മുടെ കുട്ടികളോട് നമ്മൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അവർ പള്ളിയിൽ പോകുന്നില്ല? ഇല്ല, എല്ലാവർക്കും ഭയങ്കര സങ്കടമുള്ള കാര്യം അല്ലേ? പിള്ളേർ പള്ളിയിലൊന്നും പോകുന്നില്ല, സുവിശേഷ പ്രസംഗത്തിന് വരുന്നില്ല, പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കുന്നില്ല, വേദപുസ്തകം വായിക്കുന്നില്ല അല്ലേ? അവരുടെ കുഴപ്പമല്ല കേട്ടോ, 2K കിഡ്സിൻ്റെ കുഴപ്പമല്ല. ഈ ജനുവരി തൊട്ട് ജനിച്ചവനെല്ലാം ബീറ്റയാണ്. കഴിഞ്ഞ 25 വർഷത്തെ മൊത്തം ആൽഫയാണ്. നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റുന്ന സാധനമല്ല ഇതൊന്നും, ഇല്ലടാ. ഇതെല്ലാം ആൽഫ കിഡ്സാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഞാൻ ഈ സൺഡേ സ്കൂൾ ക്ലാസ്സിലൊക്കെ അതിങ്ങനെ പറയും. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവരെല്ലാം എഴുതിയത് ആശാനും ആശാട്ടിയൊക്കെ ആണല്ലോ നമ്മൾ എഴുതിച്ചിരിക്കുന്നത്, ആദ്യത്തെ അക്ഷരം എഴുതിയിരിക്കുന്നത് ഇല്ലേ? അതെ. അപ്പം നമ്മളെല്ലാവരും എഴുതി എങ്ങനെ അങ്ങനെ ആൽഫ കിഡ്സ് എഴുതുന്നത് എങ്ങനെയാണെന്നറിയാമോ? പിള്ളേർക്കധികം സ്ട്രെസ് കൊടുക്കരുതെന്നാണ് ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പറയുന്നത്. പിള്ളേർക്കൊന്നും താങ്ങാൻ മേലെന്നാണ് പറയുന്നത്. ഉറക്കെ ഒച്ച വെച്ച് വഴക്ക് പോലും പറയരുതെന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം എഴുതിക്കുന്ന അക്ഷരം റായ എഴുതാൻ എളുപ്പമല്ലേ? ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി, റ. അപ്പം അതിൻ്റെ കൂടെ ഇപ്പുറത്ത് 1, 2, 3 പഠിപ്പിക്കുന്നുണ്ട്. ഈ റായും 3യും കൂടെ കൈ കിട്ടിയ പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഈ എഴുതുന്നത് തന്നെ ഭയങ്കര രസമാണ്. ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഒരു കർവ് ഇല്ലേ? ചെറിയ ക്ലാസ്സിൽ ടീച്ചർമാർ ഇവിടെ ഉണ്ടേ അറിയാം. പിന്നെ ഒരു കർവ്, പിന്നെ ഒരു സ്റ്റാൻഡിങ് ലൈൻ ഇല്ല, അതിനിടയ്ക്ക് ഒരു ചെറിയ കുട്ടി സ്ലീപ്പിംഗ് ലൈൻ, ഇങ്ങനെയാണ് എഴുതി പോണേ. അപ്പോൾ ആദ്യം ഒരു ഹാഫ് റാ എഴുതണം. മനസ്സിലൊന്ന് എഴുതി നോക്കിക്കോ കേട്ടോ, പഴയ എഴുതിയതല്ലേ. ഇപ്പം ഞാൻ ഈ പുതിയ രീതിയിൽ പഠിപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പഴയ ആശാനപ്പരാകും. കാരണം മണലിനകത്ത് പിടിച്ച് പുള്ളി കുത്തി വരച്ചൊക്കെ ഓർത്തിട്ട് ഒരു ഹാഫ് റാ എഴുതണം. അതിൻ്റെ കൂടെ ഒരു 3 കണക്ട് ചെയ്യണം. ഇപ്പം നമ്മുടെ മലയാളത്തിൽ ദ എന്ന് പറയുന്ന ഒരു അക്ഷരം വരും. ഇത് പിള്ളേരോട് ഇപ്പോൾ പറയേണ്ട, അവർക്ക് മനസ്സിലാകത്തില്ല. ഇതാ മനസ്സിലാകാതെ ദയയും ദാനവും ഒന്നും ഉണ്ടാകത്തുമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ദ, അതിൻ്റെ കൂടെ ഒരു റായും കൂടെ വരയ്ക്കണം. ഇപ്പം ആയുടെ പകുതിയായി, കിട്ടിയോ? പിന്നെ ഒരു റായും കൂടെ വരച്ച് തീരുമ്പോൾ ഒരു സ്മോൾ 0 ഇട്ട് കൊടുക്കണം. എളുപ്പമില്ലേ? സിമ്പിളാ.
അപ്പോൾ പാർട്ട് ബൈ പാർട്ടായിട്ടാണ്, പാർട്സ് ഇങ്ങനെ പാഴ്സ് ചെയ്താണ് ഇവർ പഠിച്ചിരിക്കുന്നത്. അതേസമയം നമ്മൾ ആ മൊത്തത്തിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പം ഈ മൊത്തത്തിലൊരു അക്ഷരം പഠിക്കുക എന്ന് പറഞ്ഞാൽ, മൊത്തത്തിലൊരു ഓണം ഉണ്ണുക എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ പ്രത്യേക അർത്ഥങ്ങളുണ്ട്. ഒരു കാര്യത്തെ സമഗ്രമായി സമീപിക്കാനുള്ള പരിശീലനം കൂടിയാണ്. കാരണം ഈ ഓണം ഉണ്ണുമ്പോൾ ഇങ്ങേറ്റത്ത് നമ്മുടെ കൈതച്ചക്കയുടെ മധുരക്കറിയുണ്ട്, ഇങ്ങേറ്റത്ത് പാവയ്ക്കായുടെ കയ്പിൻ്റെ കറിയുണ്ട്. ഇങ്ങനെ പല രുചികളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇളക്കിയിട്ടാണ് ഇത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഏത് രുചി വന്നാലും, കയ്പ് വന്നാലും, മധുരം വന്നാലും ഇതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് നമുക്കെല്ലാം സ്വാഭാവികമായി നമ്മുടെ ശിക്ഷണത്തിലുണ്ട്. അതേസമയം ലവന് പുട്ട് മതി, മറ്റവന് KFC മാത്രം മതി, മറ്റവന് ചപ്പാത്തി ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യും? അപ്പോൾ ഒരു ദിവസം ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല, അവൻ പട്ടിണി കിടക്കാൻ പറ്റിയ ദിവസം ഇഡ്ഡലി ആണെങ്കിൽ ഇല്ലേ? അപ്പോൾ ജീവിതത്തിൽ ഒന്നിച്ചിതിനെ മനസ്സിലാക്കാനുള്ള ഒരു ഗ്രാസ്പിംഗ് പവർ അറിഞ്ഞോ അറിയാതെയോ കുറഞ്ഞു വരും. എന്നാൽ അതിനകത്ത് പോസിറ്റീവ് സൈഡും ഉണ്ട് വേറെ കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പള്ളിയിൽ പോകുന്ന കാര്യമാണല്ലോ പറഞ്ഞത്, നമ്മൾ താതാത്മ്യപ്പെടലിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഭയങ്കര സീരിയസ് ആയി പോയെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ പിള്ളേരോട് പറയുക രാവിലെ, നാളെ ദനഹയാണ്, പള്ളി പോടാ, രാവിലെ ഭയങ്കര ഒരു ശാസനം ഇങ്ങോട്ട് കൊടുത്തു. അപ്പം നമ്മളോട് പറഞ്ഞപ്പോൾ, നമ്മുടെ അപ്പനപ്പന്മാർ പറഞ്ഞപ്പോൾ നമ്മളൊന്നും ആലോചിച്ചില്ല, ആ എഴുതി പഠിച്ചതുപോലെ പള്ളി പോടാ എന്ന് കേട്ടു, രാവിലെ എഴുന്നേറ്റ് പള്ളി പോയി. പക്ഷെ ഇവന്മാരോട് പള്ളി പോടാ എന്ന് പറഞ്ഞാൽ ഇവന്മാർ ആ പാഴ്സ് ചെയ്തതുപോലെ അതൊന്ന് പാഴ്സ് ചെയ്യും. പള്ളി ഓക്കെ കുഴപ്പമില്ല, പള്ളി കുഴപ്പമില്ല, പോടാ പോണം അതും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ഒരു സെൻറ്റൻസും കൂടി ഇവന്മാർ തലച്ചോറിനകത്ത് വരും. ആൽഫയാണേ, എന്തോ വരുന്നതെന്നറിയാമോ? ഇത്രയും നാളായിട്ട് അപ്പം പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, പുള്ളിക്ക് പ്രത്യേകിച്ച് മാറ്റം ഒന്നും വരുന്നില്ല, ദെൻ വൈ ഷുഡ് ഐ ഗോ? അതുകൊണ്ട് ഇവന്മാരാ ചോദിക്കുന്നു, വൈ ചോദിക്കുന്നില്ലേ? വൈ? നോയമ്പെടുത്തിട്ട് അമ്മച്ചിക്ക് ഒരു മാറ്റവും ഇല്ല, പിന്നെ വൈ? അപ്പം ഇങ്ങനൊരു ചെറിയ പ്രശ്നം ഇതിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ ആരാധിക്കുന്ന പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന് പറഞ്ഞ് വൺ ലൈൻ സ്റ്റേറ്റ്മെന്റിൽ തുടങ്ങി ലാബറേഷൻ കഴിഞ്ഞു, സെലിബ്രേഷൻ കഴിഞ്ഞു, ഒബ്സർവേഷൻ കഴിഞ്ഞ് ആണ്ടോടാണ്ട് ഇത് പിന്നിട്ടിട്ടും ആ പാരസ്പര്യത്തിലേക്കും ബലിയാകലിൻ്റെ ജീവന കലയിലേക്കും വളരാൻ, കുറച്ചെങ്കിലും വളരാൻ നമുക്കിങ്ങനെ പരിശ്രമിക്കാനെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ, പറ്റുന്നില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ തലമുറയെ അകറ്റുന്നത്. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. വചനം മുറിക്കൽ, അതാണല്ലോ ഇപ്പം നടക്കുന്നത്. ക്രിസ്തീയ മര്യാദ അനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ നീ മറ്റുള്ളവരെ എങ്ങനെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുമെന്ന് ആ വാക്യം നമ്മളൊന്ന് മാറ്റി വായിച്ചിട്ടുണ്ട് നമ്മളോട് തന്നെ. അങ്ങനെയാണെങ്കിൽ വചനം മുറിക്കലിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഒരു പുസ്തകം എനിക്ക് പരിചയപ്പെടുത്താനാണ്. കാരൻ ആംസ്ട്രോങ് എന്ന് പറയുന്ന ഒരു പൂർവകാല സന്യാസിനി, അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ഒരുപാട് പ്രസിദ്ധങ്ങളായ പുസ്തകങ്ങളുണ്ട്. ഹിസ്റ്ററി ഓഫ് ഗോഡ്, പ്രൊഫറ്റ് മുഹമ്മദ്, അങ്ങനെ കുറേയുണ്ട്. അതിലൊരു പുസ്തകമാണ് ദ ലോസ്റ്റ് ആർട്ട് ഓഫ് സ്ക്രിപ്ചേഴ്സ്, തിരുവെഴുത്തുകൾക്ക് നഷ്ടപ്പെട്ടു പോയ ജീവന കല. അതെന്താന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 5000 വർഷങ്ങളെ ആയിട്ടുള്ളൂ എല്ലാ ലിഖിത വേദപുസ്തകങ്ങളും ഉണ്ടായിട്ട്, അല്ലേ? BC 3400 സുമേറിയൻ സാധ്യമായി ടാബ്ലറ്റിൽ അക്കങ്ങൾ എഴുതി തുടങ്ങിയപ്പോഴാണ് എഴുത്ത് കണ്ടുപിടിച്ചത്. ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ടാബ് അല്ല കേട്ടോ. ക്ലേ ടാബ്ലറ്റിൽ ആദ്യമായി വയലിൽ നിന്ന് ധാന്യങ്ങൾ ചാക്കുംപടി കൊണ്ടുവന്നപ്പോൾ എണ്ണാൻ വേണ്ടി ഉപയോഗിച്ച് ആ എണ്ണം എഴുതി, അക്കൗണ്ടിങ് ആണ് ആദ്യമായി ഹിസ്റ്ററിയിൽ റിട്ടൺ ഡോക്യുമെൻ്റ് ആയിട്ട് വരുന്നത്.
പിന്നെ അക്ഷരങ്ങളായി, പടങ്ങൾ അക്ഷരങ്ങളായി മാറി. ഇങ്ങനെയാണ് ലിപി ഉണ്ടാവുന്നത്. അപ്പം അത്തരത്തിൽ ലിപികൾ ഉണ്ടായി, ഭാഷയുണ്ടായതിനു ശേഷം, ഭാഷയല്ല ലിപികൾ ഉണ്ടായതിനു ശേഷം അക്ഷരരൂപത്തിൽ വേദഗ്രന്ഥങ്ങൾ പല മതബോധനങ്ങളിലും രൂപപ്പെട്ടതിൻ്റെ എല്ലാം കൂടി ഒരു പഠനമാണ്. അതിൽ പ്രത്യേകിച്ചും കിഴക്കൻ ദേശങ്ങളിൽ, നമ്മളുടെ ഭാരതം പോലുള്ള സ്ഥലങ്ങളിലുള്ള വേദഗ്രന്ഥങ്ങളിൽ ഒരുപാട് ദേവതാ സങ്കല്പങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഒരു ആംഗ്ലിക്കൻ മതബോധനത്തിൻ്റെ പശ്ചാത്തലം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടുകൂടി നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം അതോടുകൂടി ഇതെല്ലാം വിജാതീയമാണ്, വളരെ ജന്റയിലാണെന്നൊരു തീർപ്പ് നമ്മളെ മനസ്സുകൊണ്ട് എത്തിച്ചു വെച്ചിരിക്കുകയാണ് 200 വർഷമായിട്ട്. എന്നാൽ ആ സങ്കല്പത്തിനകത്തൊരു സത്തയുണ്ട്, ഒരു അർത്ഥതലം കിടപ്പുണ്ടെന്നാണ് പറയാം. എന്താണെന്നറിയാമോ? മരം ദൈവം, സൂര്യൻ ദൈവം, ചന്ദ്രൻ ദൈവം, അല്ലെങ്കിൽ എന്താ പറയുക, ഓരോന്നും ഇങ്ങനെ ദേവതാ സങ്കല്പം. അതിൻ്റെ കാരണം ഈ ഭൂമിയിലെ എല്ലാത്തിനെയും ഒരു ആരാധനയോടുകൂടി, ആദരവോടുകൂടി കാണാനുള്ള ഒരു മനോഭാവം മനുഷ്യനുണ്ടാവണം. എന്തുകൊണ്ട് മനുഷ്യനുണ്ടാവണം? മാൻ ഇസ് ദ ജൂനിയർ മോസ്റ്റ് ക്രിയേഷൻ ഇല്ലേ? ബൈബിൾ അനുസരിച്ച് ഏറ്റവും അവസാനം ഉണ്ടായ ആളാണ് മനുഷ്യൻ. അതിനു മുമ്പ് ഈ പൂമ്പാറ്റയും പഴുതാരയും എല്ലാം ഉണ്ടായിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ ഭൂമിയുടെ അവകാശികൾ നമ്മളെക്കാട്ടിലും മുമ്പേ ഇവരെല്ലാമാണ്. സാധാരണ സ്കൂളിലും കോളേജിലും ഒക്കെ ഇപ്പം മുമ്പത്തെ സൈക്കോളജി പെഡഗോഗി മാറിയത് കൊണ്ട് റാഗിംഗ് ഒന്നുമില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ ജൂനിയേഴ്സ് സീനിയേഴ്സിനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള മനുഷ്യൻ സീനിയേഴ്സിനെ ബഹുമാനിക്കണം. പക്ഷെ അങ്ങനെ ഒരു ബഹുമാനിപ്പുണ്ടോ? ഒരു 100-300 വർഷമായിട്ട് തീരെയില്ല. ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വന്നേ പിന്നെ ചൂഷണത്തിന് വേണ്ടി മാത്രമാണ് പ്രകൃതിയിലെ വിഭവങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കുന്നത് അല്ലേ? ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരുടെ, നമ്മുടെ ആ അടുക്കളയുടെ പാതകത്തെ കൂടെ ഒരു പാറ്റ പോയാൽ നമ്മൾ എന്നാ ചെയ്യും? ഇങ്ങനെ തട്ടിക്കളയും അല്ലേ? ഇനി ഇവളെ എങ്ങാനും കെട്ടിച്ചു വിട്ടിട്ട് അവളുടെ അടുക്കളയിൽ ഒരു പാറ്റ വന്നുള്ള അവസ്ഥ എന്നാ? ഓ മൈ ഗോഡ് എന്നവൾ ഉറപ്പായിട്ടും പറയും. പാറ്റ എന്ന് പറയുന്ന സാധനത്തെ അവൾ കണ്ടിട്ടില്ല ജീവിതത്തിൽ അല്ലേ? ഇതെല്ലാം നമ്മളുടെ കൂടെ സഹവർത്തിക്കുന്ന സാധനങ്ങളാണ്. കാരണം നമ്മൾ മണ്ണെ ചവിട്ടാതിരിക്കാൻ ടൈലിട്ടിട്ടാണ് നമ്മൾ നടക്കുന്നത്. അതിൻ്റെ പുറത്ത് ചെരുപ്പും കൊണ്ട് ഇട്ടിട്ടാണ് നടക്കുന്നത്. പിന്നെങ്ങനെ ചൂടുണ്ടാകാതിരിക്കും? പിന്നെങ്ങനെ മഴ പെയ്യും? സമയത്ത് അസ്ഥാനത്ത് മഴ പെയ്യും, സ്ഥാനത്ത് മഴ പെയ്യാതിരിക്കും അല്ലേ? നമ്മൾ ഇതിനെല്ലാം കുറ്റം പറയുകയാണ്. ഈ ആദരവൊന്ന് പോയിട്ടുണ്ട് നമുക്ക്. ഈ പ്രകൃതിയോടുള്ള ഒരു ആദരം, പൂർണ്ണമായ സമീപനം മനുഷ്യന് നഷ്ടപ്പെട്ടതിൻ്റെ പരിണിതിയാണ് ഇതെന്ന് നമ്മൾക്കൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ പരദേശികളാണ്, നിങ്ങൾ ജൂബിലി വർഷം ആചരിക്കണം, ദരിദ്രന്മാർക്ക് നിറയെ കൊടുക്കണം എന്നിങ്ങനെ പഴയ നിയമത്തിൽ ആവർത്തിച്ച് പറയുന്ന സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഒരു സന്ദേശമുണ്ട്, സാമൂഹ്യനീതിയുടെ സന്ദേശം. ആ സാമൂഹ്യനീതിയുടെ സന്ദേശം വേദം മുന്നോട്ട് വയ്ക്കുമ്പോൾ, വേദപുസ്തകം മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയുടെ കുടീരങ്ങൾക്ക് മേലാണ് അതൊരു പ്രഹരമേൽപ്പിക്കുന്നത്. കൂട്ടിവെക്കുന്നത് ഒരു കുറവാണ് എന്ന ക്രിസ്തു പുതിയ നിയമത്തിൽ തെളിച്ചു പറയുന്നത് പഴയ നിയമത്തിൽ പരോക്ഷമായി പറയുന്നതാണ് സാമൂഹ്യനീതിയുടെ ആ സന്ദേശം. നിങ്ങൾ ഭൂമിയിൽ പരദേശികളാണ്. നിങ്ങളിവിടെ സ്വന്തമായി ഒന്നും സ്ഥിരമായി ഒന്നും സൂക്ഷിക്കാൻ കടപ്പെട്ടവരല്ല. നിങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതൊക്കെ
നൽകാനുള്ളവയാണ്. ഇതെത്ര ആഴത്തിൽ നമുക്ക് പതിയും? നമുക്ക് പ്രസംഗം നിർത്താറായി. കാരണം ഇനിയിപ്പം നിങ്ങൾ ചിലപ്പോൾ പറയും, മെത്രാച്ചൻ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന്. കാരണം എന്താണെന്നറിയാമോ? ചുമ്മാ പറയുന്നതാണ്. ആ ശീമോൻ പത്രോസ് യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. എന്നാൽ ക്രിസ്തുവിനെ കയ്യാപ്പാവിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്പം അകലെയായി അവനെ അനുഗമിച്ചു എന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ. കൂടെ ഇരിക്കാൻ വിളിച്ചവൻ അല്പം അകലെയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അകലെ വിട്ടിവൻ പോകുമ്പോഴാണ് ഒരു പെങ്കൊച്ച് അവനോട് ചോദിക്കുന്നത്, നീയും ഗലീലാക്കാരനല്ലേ, ആ നസ്രായന്റെ കൂടെയുള്ളവനല്ലേ? അപ്പൊ അവൻ എന്താ മറുപടി പറയുന്നേ? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. ചുമ്മാ പറഞ്ഞതല്ലേ. അവളാ ഗലീലായിൽ നാട്ടുനടപ്പുള്ള ഭാഷയിൽ തന്നെയാണ് ചോദിച്ചത്, നീയും ആ നസ്രായക്കാരന്റെ കൂടെയല്ലേ? ആ കേട്ടത് മുഴുവൻ അവന് മനസ്സിലായി. കൂടെ ഇരിക്കാൻ വിളിച്ചവൻ കൂടെ തന്നെ ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഏത് കുരിശു വന്നാലും ഞാൻ നസ്രായന്റെ കൂടെയാണ്. പക്ഷെ അവൻ അല്പം അകലെ അനുഗമിച്ചവനായതുകൊണ്ട്, ചെറിയ ഗ്യാപ്പ് ഇട്ട് പോയതുകൊണ്ട് അവൻ പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നിങ്ങളുടെ കൂടെയുള്ളത്, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് സ്ഥിരമായി നിങ്ങൾക്കുള്ളതല്ല. ഒന്നുകിൽ അത് നിങ്ങളെ വിട്ടിട്ട് പോകും, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വിട്ടിട്ട് പോകണം എന്നൊക്കെ ഞാൻ പ്രസംഗിച്ചാൽ നിങ്ങൾ എന്ത് പറയും? മെത്രാച്ചൻ പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പം നിങ്ങളെ കൊണ്ടത് പറയിപ്പിക്കാതിരിക്കാൻ പ്രസംഗം നിർത്തുന്നതായിരിക്കും ഉചിതം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും വന്നതല്ലേ, തിരിച്ചു പോകുമ്പോൾ ഈ വാക്യം ഒന്ന് മനസ്സിലിരിക്കട്ടെ. നീ യഹൂദനായിരിക്കെ യഹൂദ മര്യാദ അനുസരിക്കുന്നില്ലെങ്കിൽ നീ ജാതികളെ എങ്ങനെ യഹൂദ മര്യാദ അനുസരിക്കാൻ നിർബന്ധിക്കും? നീ ക്രിസ്ത്യാനിയായിരിക്കെ ക്രിസ്തീയ മര്യാദ അനുസരിക്കുന്നില്ലെങ്കിൽ നീ മറ്റുള്ളവരെ എങ്ങനെ ക്രിസ്തുവിലേക്ക് അടുത്ത് വരാൻ നിർബന്ധിക്കും? ദൈവം അനുഗ്രഹിക്കട്ടെ.